കറുകപ്പുത്തൂർ ലയൺസ് ക്ലബ്ബ് ഒരുക്കുന്ന പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും ശനിയാഴ്ച നടക്കും. ലയൺസ് ക്ലബ്ബ് കറുകപ്പുത്തൂരിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഈ വർഷത്തെ വിദ്യാഭ്യാസ പ്രതിഭകൾക്കുള്ള അനുമോദനവും പുസ്തക പ്രകാശന ചടങ്ങും ചാത്തന്നൂർ GLP സ്കൂളിൽ സംഘടിപ്പിക്കും. രാവിലെ 10-ന് നടക്കുന്ന ലയൺസ് ടാലന്റ് അവാർഡ് സമർപ്പണവും അനുമോദന സദസ്സും മുൻ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KR വസന്തി ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി, SSLC, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്യുന്നത്. LNT ഇന്ത്യ കൺട്രി ഹെഡ് E. നാരായണ മേനോൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ പൂർവ്വ സൈനികൻ NP ജനാർദ്ദനൻ ഇംഗ്ലീഷിൽ രചിച്ച മെമ്മറീസ് ഓഫ് ദി എക്സ് സർവീസ്മാൻ പാർട്ട് 2 എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രമുഖ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് നിർവഹിക്കും. സാഹിത്യകാരൻ K. രവീന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും. പൂർവ്വ സൈനികനും സാഹിത്യ ആസ്വാദകനുമായ PR വിജയരാഘവൻ പുസ്തകാസ്വാദനം നടത്തും. ഡിഫൻസ് വെറ്ററൻസ് അസോസിയേഷൻ, മുതുപ്പുള്ളി മഹിമ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിക്കുന്നത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ TP ജുഗേഷ്, സെക്രട്ടറി ലയൺ PV മോഹനൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. പൂർവ്വ സൈനികൻ ലയൺസ് ക്ലബ്ബ് ചാർട്ടേഡ് അംഗം വിജയരാഘവൻ PR എന്നിവർ സംബന്ധിക്കും. കറുകപ്പുത്തൂർ ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ 2026-27 ലയൺസ് ഇയറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭമാണ് ശനിയാഴ്ച 11-ാം തീയതി കാലത്ത് 10 മണിക്ക് ചാത്തന്നൂർ GLP സ്കൂളിൽ വെച്ച് നടക്കുന്നത്. 2 പ്രോഗ്രാമുകളായിട്ടാണ് ചാത്തന്നൂർ GLP സ്കൂളിൽ അന്ന് കാലത്ത് 10 മണിക്ക് കാര്യങ്ങൾ നടക്കുന്നത്. അതിലൊന്ന് വളരെ അഭിമാനത്തോടു കൂടി കറുകപ്പുത്തൂർ ലയൺസ് ക്ലബിന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഒരു പുസ്തക പ്രകാശനമാണ്. വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒരു സൈനികൻ്റെ അനുഭവക്കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി വരികളിലേക്കാക്കി അത് വരുന്ന തലമുറകൾക്ക് വേണ്ടി എടുത്തു വയ്ക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് പുസ്തകരചന എന്ന് പറയുന്നത്. ആ പുസ്തകരചനയ്ക്ക് നേതൃത്വം നൽകുക, പുസ്തകരചനയ്ക്കല്ല, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകുക, അത് പുറത്തിറക്കുന്നതിന് നേതൃത്വം നൽകുക എന്ന് പറയുമ്പോൾ കറുകപ്പുത്തൂർ ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. NP ജനാർദ്ദനൻ എന്ന ജനാർദ്ദനൻ പിഷാരടി രചിച്ച പുസ്തകം, ആ പുസ്തകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആധികാരികമായി തന്നെ മിസ്റ്റർ വിജയരാഘവൻ, അദ്ദേഹം ലയണാണ്, ലയൺ വിജയരാഘവൻ നിങ്ങളോട് പറയും. സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഈ വർഷം ആരംഭിക്കുന്നത് തന്നെ അക്ഷരങ്ങളുടെ ലോകത്ത് നിന്നുകൊണ്ടാണ് എന്നത് ഏറെ അഭിമാനകരമായ പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ തിരുമിറ്റക്കോട് പഞ്ചായത്താണ് ലയൺസ് ക്ലബ്ബ് കറുകപ്പുത്തൂരിൻ്റെ പ്രവർത്തന മണ്ഡലം. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളെ കേന്ദ്രീകരിച്ച് വരുന്ന തലമുറകളെ വാർത്തെടുക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വർഷം ലയൺസ് ക്ലബ്ബ് ആസൂത്രണം ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വരുന്ന തലമുറയിലെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കാവശ്യമായ പിൻതാങ്ങൽ അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കൽ എന്ന പ്രവർത്തനം കാഴ്ചവെക്കുക. ലയൺസ് ടാലൻ്റ് അവാർഡ് കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന 2 മഹത് വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അതിലെ ഏറ്റവും ഞങ്ങൾക്കേറെ അഭിമാനകരമാകുന്നത് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥ കൂടിയായ വാസന്തി ടീച്ചറാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ടീച്ചർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ QIPയുടെ DD ആയിട്ട് സർവീസിൽ നിന്നും വിരമിച്ച ഒരു മികച്ച അധ്യാപിക കൂടിയാണ്. കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ച, ഞങ്ങൾക്കൊക്കെ ഏറെ പ്രോത്സാഹനം നൽകിയ ഒരു അധ്യാപിക കൂടിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിരവധി പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് താങ്ങും തണലുമൊക്കെയായി വലിയ ഉപദേശങ്ങളോടുകൂടി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ശ്രീ E. നാരായണ മേനോൻ, അദ്ദേഹം LNTയുടെ കൺട്രി ഹെഡായിരുന്നു. അദ്ദേഹവും ഈ ഒരു ചടങ്ങിന് ഞങ്ങൾക്ക് ഉപദേശകനായും ഞങ്ങളോടൊപ്പവും ഈ കുഞ്ഞുങ്ങളോട് കൂടെയും അദ്ദേഹവും ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ 2 വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ കൂടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾക്ക് ചേരുന്നു എന്നത് കറുകപ്പുത്തൂർ ലയൺസ് ക്ലബിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കം തിരിതെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളും ഇത്തരം സത്കർമ്മങ്ങളുമാണ്. കാലത്ത് 10 മണിക്ക് ചാത്തന്നൂർ GLP സ്കൂളിൽ വെച്ച്
GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും GLP സ്കൂൾ സ്ഥാപകനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാല പിഷാരടിയുടെ മകനുമായ ജനാർദ്ദന പിഷാരടിയുടെ ഇന്ത്യൻ എയർഫോഴ്സോടനുബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം അടങ്ങിയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ്റെ അനുഭവക്കുറിപ്പുകൾ അടങ്ങിയ മെമ്മേഴ്സ് ഓഫ് എക്സ് സർവീസ്മെൻ പാർട്ട് 2 എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. മലയാളത്തിന് നിരവധി മധുരമായ ഹൃദ്യമായ ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ ഗാനരചയിതാവ് ശ്രീ റഫീഖ് അഹമ്മദാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. ഏറ്റുവാങ്ങുന്നത് കെ രവീന്ദ്രൻ എന്ന രവി കൊടുമുണ്ട എന്ന പ്രശസ്ത എഴുത്തുകാരനും GST കമ്മീഷണറുമായ പട്ടാമ്പി സ്വദേശിയാണ്. പരിചയപ്പെടുത്തുന്ന പൂർവ്വ സൈനികൻ എന്ന നിലയിൽ ഞാൻ തന്നെയാണ്. 1956 മുതൽ 70ൻ്റെ പകുതി വരെ സേവനമനുഷ്ഠിച്ച, ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ശ്രീ ജനാർദ്ദന പിഷാരടി. അന്നത്തെ കാലഘട്ടം വളരെയധികം തിക്താനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അനുഭവിച്ച 1947 ശേഷമുള്ള കാലഘട്ടം വിഭജനത്തിൻ്റെ, 2 രാഷ്ട്രങ്ങൾ ആയിട്ട് വിഭജിക്കപ്പെട്ടതിൻ്റെ ആഫ്റ്റർമാത്ത് കൂടി അനുഭവിച്ച ഒരു ദുഷ്കര കാലഘട്ടം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് സൈനികരെ സംബന്ധിച്ചിടത്തോളം 1942 ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ, അത് കഴിഞ്ഞ് വിഭജനവും പാർട്ടീഷനും സ്വാതന്ത്ര്യവും കിട്ടിയ കാലഘട്ടം, നമ്മൾ നാമ്പിൽ നിന്ന് കൊടിയായി ഉയരേണ്ട ഒരു സമയത്തിലുണ്ടായിരുന്ന ഒരു സൈനികൻ്റെ അനുഭവക്കുറിപ്പുകളാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെയധികം വെച്ചാൽ ജീവിത സാഹചര്യങ്ങൾ മോശമായിരുന്നു. ഓരോ പൗരനും സുഖമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാവാത്തൊരു സാഹചര്യം സൈനികൻ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സത്യത്തിൽ ഈ പുസ്തകം മെമ്മേഴ്സ് ഓഫ് എക്സ് സർവീസ്മെൻ എന്ന ഈ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതായിരുന്നു. കുറച്ചുകൂടി മലയാളികളിലേക്ക് അത് എത്തണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ കേരളത്തിലെ അതിർത്തി കാണുന്നുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനികൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതുമില്ല. ഉത്തരേന്ത്യയിലേക്ക് കിടക്കുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ നോർത്ത് ഈസ്റ്റേൺ കൺട്രീസ്, സ്റ്റേറ്റ്സ് ആയാലും ശരി, വെസ്റ്റേൺ ബോർഡർ ഷെയർ ചെയ്യുന്നവരായാലും ശരി, മറ്റ് ഹരിയാന, ഗംഗാനഗർ, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളായാലും ശരി, ധാരാളം ദുരിതം നിറഞ്ഞ അനുഭവങ്ങൾ അവിടുത്തെ പ്രദേശവാസികൾക്കുണ്ട്. അതില്ല എന്നുള്ളത് നമ്മുടെ അനുഗ്രഹമാകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സൈനികനോട് കാണുന്ന സമീപനം നമ്മൾ കുറച്ചെങ്കിലും ഉള്ളിൽ മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടി, അതാണ് പറഞ്ഞത് മലയാളത്തിൽ കൂടി ഇത് പ്രസിദ്ധീകരിക്കപ്പെടണമായിരുന്നു.